ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നല്ല അടിപൊളി ഒരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയാണ്, ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പൊ സിമ്പിൾ ആണ്, എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് കുക്കറിലും ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പൊ കുക്കറിലാകുമ്പോൾ ഒരു 2 വിസിലുകൊണ്ടൊക്കെ വെന്ത് കിട്ടും. അപ്പൊ ദാണ്ട കണ്ടോ, വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം വെന്താൽ മതി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവത്തരുതേ. അപ്പൊ ഒരു 1/4 ഭാഗം വേകുമ്പോഴേക്കും നമുക്ക് എടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ദാണ്ട മിക്സിയുടെ ജാറിലോട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് 3 ടീസ്പൂൺ ഒക്കെ ധാരാളം അങ്ങ് ഇട്ട് കൊടുത്തത്. ഇനി 1 ടീസ്പൂൺ കുരുമുളകാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് കണക്കിന് ഇതൊന്ന് അരച്ചെടുക്കണേ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം. ഇപ്പൊ ദാണ്ട നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി അപ്പൊ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ദാണ്ട ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിനാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതെല്ലാം അങ്ങോട്ട് ഊറ്റി മാറ്റി വെക്കാം. ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു റെസിപ്പിക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടുതൽ വേണം. സാധാരണ ഞാൻ എടുക്കുന്നതിൽ കുറച്ച് അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഷ്ടത്തിന് കറിവേപ്പില ചേർക്കാം കേട്ടോ. ഇനി കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലും അടപ്പിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം ഇങ്ങനെ അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ആ ഒരു മസാലേന്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കണം. മുളക് പൊടിയിലും വെളുത്തുള്ളിയിലും ഒക്കെ പച്ചമണം ഉണ്ടാവും. അപ്പൊ അതൊക്കെ നന്നായിട്ട് മാറിക്കോട്ടെ. അപ്പൊ നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ചിലപ്പോൾ ഈ പൊടി മുളക് പൊടിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരുപാട് ഫ്ലെയിം കൂട്ടണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് നല്ലപോലെ മിക്സ് ആക്കി പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അതായത് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അപ്പൊ ഇതിൽ മാത്രമുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. അപ്പൊ ദാണ്ടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പൊ ഇനി ഇങ്ങനെ മിക്സ് ആക്കുമ്പോഴേക്കും ഈ ഉരുളക്കിഴങ്ങ് ബാക്കി വേവാനുള്ളതും കൂടെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി ഇട്ടാൽ മതി. ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്കൊരു മീൻകറി പോലും വേണമെന്നില്ല കേട്ടോ. മീനൊക്കെ കിട്ടാത്ത സമയത്ത് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. സൈഡ് ഡിഷ് ആയിട്ടൊക്കെ വെച്ച് കഴിക്കാം. ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിൻ്റെ കൂടെ സാധാരണ ഒരു മോര് കറി എങ്ങനെ ഉണ്ടാക്കിയേ ഉള്ളൂ. മീനില്ലാത്ത സമയത്താണ് കൂടുതൽ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് സംഭവം. ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. നന്നായിട്ട് മിക്സ് ആക്കി ആ മസാലയൊക്കെ പിടിച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അടിപൊളി ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പൊ നിങ്ങൾ പൊട്ടറ്റോ ഒക്കെ പല രീതിയിൽ ഫ്രൈ ചെയ്യുന്നവരായിരിക്കും. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്തായാലും ടേസ്റ്റ് ഇഷ്ടാവും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.